എല്ലാ കൂട്ടുകാർക്കും ബഡ് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിനെ മാറ്റി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പലർക്കും ഉള്ള സംശയമാണ്, നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിനെ മണ്ണിൽ തന്നെ നടണോ, അതിനകത്ത് ചകിരിച്ചോറ് ചേർക്കണോ, മറ്റെന്തെല്ലാം സോയിൽ മിക്സാണ് ഗ്രൗണ്ട് ഓർക്കിഡിന് വേണ്ടത് എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ശരിയായ രീതിയിൽ ഒരു പോട്ടി മിക്സ് റെഡിയാക്കി ഗ്രൗണ്ട് ഓർക്കിഡ് നട്ടില്ലെങ്കിൽ ഗ്രൗണ്ട് ഓർക്കിഡ് പെട്ടെന്ന് നശിച്ചു പോകും. ഞാൻ എങ്ങനെയാണ് ഗ്രൗണ്ട് ഓർക്കിഡ് നടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വേരുകൾക്ക് നല്ല എയർ സർക്കുലേഷൻ വേണ്ട ഒരു ചെടിയാണ് ഗ്രൗണ്ട് ഓർക്കിഡ്. അപ്പോൾ നമ്മൾ മണ്ണ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല ലൂസായ മണ്ണായിരിക്കണം. ഇറുക്കമുള്ള മണ്ണാവുമ്പം വേരുകൾക്ക് നല്ല എയർ സർക്കുലേഷൻ കിട്ടത്തില്ല, വേരുകൾ നല്ല രീതിയിൽ വളരത്തുമില്ല, ഒരുമാതിരി വേരുകളെല്ലാം തിങ്ങി നിറഞ്ഞിരിക്കും. ഞാനിവിടെ 8 ഇഞ്ച് പോട്ടാണ് എടുത്തേക്കുന്നത്. നമുക്ക് സ്റ്റാർട്ടിങ് ഇത് മതിയാവും. പിന്നെ ചെടികളെല്ലാം വളർന്ന് നല്ല ബുഷിയായി കഴിയുമ്പോൾ മാത്രം മാറ്റി നട്ടാൽ മതി. ഫസ്റ്റ് ഈ ഒരു പോട്ടിൻ്റെ 8 ഇഞ്ച് പോട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. ആദ്യം നമുക്കിതിലോട്ട് കുറച്ച് കല്ലിട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ശകലം കരിയിലിട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തേക്കുന്നത് ഈക്വൽ ക്വാണ്ടിറ്റി മണ്ണും ചകിരിച്ചോറുമാണ്. 25% മണ്ണും 25% കൊക്കോപീറ്റും അതിൽ ഒരു 10% ചാണകപ്പൊടിയും ചേർത്തിട്ടുണ്ട്. കട്ടയില്ലാത്ത ഇങ്ങനെ ഇളക്കമുള്ള മണ്ണായിരിക്കണം ഗ്രൗണ്ട് ഓർക്കിഡ് നടാൻ തിരഞ്ഞെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് 20%, അതായത് ഇപ്പോൾ 60%, 25% ഗാർഡൻ സോയിൽ, 25% കൊക്കോപീറ്റ്, 10% ചാണകപ്പൊടി. ഇപ്പോൾ ഒരു 20% ഞാനിതിൽ മണലിട്ട് കൊടുക്കുവാണ്. പത്ത് 10% വെർമി കമ്പോസ്റ്റ്, അതിലേക്ക് ഒരു കൈപ്പിടി ബോൺ മീൽ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കൈ അളവിന് ഈ നീം കേക്ക് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേരഴുകൽ പ്രശ്നം, ഫംഗൽ ബാധ നേരിടുന്ന ഒരു ചെടിയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ്. പെട്ടെന്ന് അതിൻ്റെ വേരുകൾ ചീഞ്ഞു പോയി ചെടി നശിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ നീം കേക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇത് സാഫാണിത്, ഫംഗിസൈഡ്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വേരുകൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതൊരു ടീസ്പൂൺ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇത് കുറച്ച് കരിക്കട്ടയാണ്. നമ്മളുടെ ചെടിക്ക് ഫംഗൽ രോഗങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. മേലെ നമുക്ക് ഈ കരിക്കട്ടയുടെ ചെറിയ ചെറിയ പീസസ് ഇട്ട് കൊടുക്കാം. ഒരാഴ്ച ഈ ചെടിയെ തണലിൽ തന്നെ വെച്ചേ വളർത്താവുള്ളൂ, വെയിലിൽ വെക്കാൻ പാടില്ല. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നല്ല വേര് പിടിച്ചതിന് ശേഷം ഇതിനെ നമുക്ക് വെയിലത്തോട്ട് മാറ്റി വയ്ക്കാം. ഓർക്കിഡ് ചെടിക്ക് ഫുൾ സൺലൈറ്റിൻ്റെ ആവശ്യമില്ല, ഒരു ദിവസം മുഴുവനുമുള്ള സൺലൈറ്റ് ആവശ്യമില്ല. രാവിലത്തെ വെയിൽ മാത്രം മതിയായിരിക്കും. ഇത് നമ്മൾ ഷെയ്ഡിൽ വെച്ചാണ് വളർത്തുന്നതെങ്കിൽ ഇത് ചെടി നന്നായിട്ട് വളരുമെങ്കിലും ഇതിൽ പൂ ഉണ്ടാകാറില്ല. അപ്പോൾ അതുകൊണ്ട് വെയിലിൽ വെച്ചാൽ മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ രാവിലത്തെ വെയിൽ ഒരു 4 മണിക്കൂർ വെയിൽ കൊള്ളുന്ന ഭാഗത്ത് വേണം ഈ ഓർക്കിഡ് ചെടിയെ വെക്കാൻ. ഒരുപാട് ജൈവവളങ്ങൾ കൊടുക്കുന്നതിന് പകരം ഇതിന് ലിക്വിഡ് ഫെർട്ടിലൈസർ പോലുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് വളങ്ങൾ ഇഷ്ടമുള്ള ചെടി തന്നെയാണ് ഈ ഓർക്കിഡ് ചെടി, ഗ്രൗണ്ട് ഓർക്കിഡ്. അപ്പോൾ ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് അതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. ചാണകം പോലെയുള്ള ജൈവവളങ്ങൾ ഒരുപാട് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ വേരിന് പെട്ടെന്ന് ചീഞ്ഞു പോകാൻ അത് കാരണമാകും. സീവീഡ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. എപ്സം സോൾട്ട് നമുക്ക് 1 ടീസ്പൂണ് വെള്ളത്തിൽ കലക്കി ഓർക്കിഡ് ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല കെയർ കൊടുത്താൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നതാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ്. നമുക്ക് നിലത്തും ഈ ഗ്രൗണ്ട് ഓർക്കിഡ് വെച്ച് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.